So guys, welcome back to another episode of Minecraft. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? അപ്പൊ ഇന്നലത്തെ വീഡിയോക്ക് ശേഷം നമ്മളത് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്നലത്തെ ശേഷം നിങ്ങൾക്കറിയാം, ഞാൻ ഫുള്ളി ഡിപ്രസ്ഡ് ആയിരുന്നു. കാര്യം എനിക്ക് എനിക്ക് ഗെയിം കളിക്കാനുള്ള മൂടെ പോയി. ഓക്കെ, അത് പറ്റുന്നത് കൊണ്ടല്ല, അറിഞ്ഞല്ലോ ഞാൻ ലാവ വീട് മരിച്ചു. പിന്നെ എനിക്ക് ഇന്ന് തുടങ്ങാനുള്ള ഫുഡ് പോലും എൻ്റെ കയ്യിലില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ എല്ലാ ഫുഡും കൊണ്ട് ഞാൻ എനിക്ക് എന്നെ തന്നെ കൊല്ലാൻ തോന്നുന്നു. എന്നാലും നമുക്ക് ഇവിടോട്ട് ഇറങ്ങി നോക്കാം. ഇതിനകത്ത് വല്ല ഡബിൾ ചെസ്റ്റ് ഇതിനകത്ത് 40 നില ഉണ്ട്, അതുമില്ല. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ഇന്നലെ പോയ സാധനങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ പോവുകയാണ് എന്നാണ് നിങ്ങളെ വിചാരമെങ്കിൽ തെറ്റാണ്. കാര്യം നമ്മൾ ഇന്ന് ജസ്റ്റ് ഇന്നലത്തെ ബാക്കി തൊട്ട് കളിച്ച് പോവാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് തന്നെ ഞാൻ ഇപ്പൊ ഒരു അയൺ ഫാം ഉണ്ടാക്കും. അത് സോംബി ഇല്ലാത്ത വരി മിക്കവാറും ഉണ്ടാക്കാൻ ചാൻസ്. അതെ, ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ ഇന്നലെ ഒരു ബ്രീഡർ ഉണ്ടാക്കി. പക്ഷെ ബ്രീഡർ എന്തൊക്കെയോ കാരണങ്ങളാൽ വർക്കിംഗ് ആയിരുന്നു. പക്ഷേ ഇവിടെ ബ്രീഡർ ചുമ്മാ പേടിപ്പിക്കില്ലേ. ഇവിടെ ആളുണ്ടല്ലോ, ഇല്ലേ ബ്രോ? അതവിടെ ഒരു ബ്രോ ഉണ്ട്. ബ്രോ മീൻസ് ഇവിടെ ഒരു ആളുണ്ട്. പക്ഷേ യുവമാര് ബ്രീഡ് ആവണമെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടാണ്. കാര്യം എന്തേ ഇവർക്ക് ബ്രെഡ് കൊടുത്താണ് ഞാൻ ബ്രീഡ് ആക്കണത്. ഇപ്പൊ എന്റേത് 5 വീറ്റ് മാത്രമുണ്ട്. അപ്പൊ അന്ന് ഞാൻ എടുക്കാതെ വെച്ചിരുന്ന വീറ്റ് ഇതാ യൂസ്ഫുൾ ആയി. അപ്പൊ ഈ ഞാൻ എന്ത് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കണം. കാരണം ഇപ്പൊ പകുതിയിലാണ് ഇപ്പൊ വേൾഡ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 ചോയ്സ് ഈ വേൾഡിൽ ഇപ്പൊ ചെയ്യാനുള്ളൂ. ബാക്കി കളിച്ചു പോവാ, പുതിയ വേൾഡ് തുടങ്ങാം. അപ്പൊ ഇതിൽ ഞാൻ മിക്കവാറും ബാക്കി കളിച്ചു പോവുക എന്നുള്ള കാര്യം പ്രോമിസ് ചെയ്യാം. ബാക്കി ഞാൻ കളിക്കും. പക്ഷെ ഈ അടുത്ത ഈ 2 എപ്പിസോഡ് വലുതായിട്ട് ഒന്നും കാണത്തില്ല. അതാണ് നിങ്ങൾ ഏറ്റവും വലിയ നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ എന്ത് ചെയ്തു? നമ്മള് കഴിഞ്ഞ എപ്പിസോഡ് ഈ മറ്റേ എന്തായിരുന്നു, ഓർമ്മ വരില്ല, നമ്മള് ബ്രീഡറാണ്. അപ്പം ഈ എപ്പിസോഡിൽ ഇപ്പൊ നമ്മള് അയൺ ഫാം ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ്. പക്ഷേ എന്റെ ഏറ്റവും നല്ല സമയത്തിനാണ് ഇന്നലെ ഞാൻ ലാഭിച്ചെന്ന് വീണിട്ടുള്ള എല്ലാ ഐറ്റംസും പോയി. 6 സ്റ്റാക്ക് ബ്രെഡ് ഒക്കെ ഉണ്ടായിരുന്നു, 1 സ്റ്റാക്ക് ബ്രെഡ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അതുണ്ടെങ്കിൽ നമുക്ക് അവന്മാരെ ബ്രീഡാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് മൊത്തം ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ എന്തുമാത്രം പാടാണെന്ന് നിങ്ങൾക്ക് അറിയാം. എനിക്ക് എന്റെ മനസ്സ് പറഞ്ഞതാണ്, ആ ബ്രെഡ് എടുത്ത് ഒരു 2 സ്റ്റാക്ക് കൊണ്ട് നടക്കില്ല. പക്ഷെ ഞാൻ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു, അവരെ കൊണ്ട് ലാഭം കളഞ്ഞു. അപ്പൊ ഞാൻ നെതർ ഇന്നലത്തോടകം വെറുത്തുപോയി ഒരു ബയോമാണ് നെതർ. ആ അപ്പൊ അപ്പൊ ഞാൻ എന്തായാലും ഈ വേൾഡ് നിർത്താൻ പോകണമെന്നൊന്നുമില്ല. കാര്യം എനിക്ക് വയ്യ ബ്രോ. ഞാൻ ഏകദേശം എത്ര വേൾഡ് നിർത്തിയിട്ടുണ്ട്. അതില് മൈൻക്രാഫ്റ്റ് ചാവണ വലിയ കാര്യമൊന്നുമില്ല. ഐ മീൻ അത്രയ്ക്ക് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അതൊരു ഗെയിമാണ്, നമുക്ക് വേണമെങ്കിൽ തിരിച്ചു പിടിക്കാം. ഒരു ഗെയിമേ. ആ നമുക്ക് എന്തായാലും ബാക്കി പിടിയാം. ബാക്കി എവിടെ എന്റെ പൊരുസാക്ക് 4 ഇതൊക്കെ എന്താ? എന്റെ കീബോർഡിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് guys. അത് ഞാൻ മറ്റേ കോമിക് ബൈറ്റ് അതിൻ്റെതാണ് വാങ്ങിച്ചത്. അപ്പൊ അതിന്റെ മറ്റേ നമ്പർ പാഡ് ഇല്ല സൈഡിലത്തെ. അപ്പൊ അതുകൊണ്ട് പല ഫങ്ഷൻസും പ്ലസ് കീസ് ആണ് പറഞ്ഞത്. പറഞ്ഞാൽ ഇപ്പം എക്സാമ്പിൾ പറയുമ്പോ ഫങ്ഷൻ പ്ലസ് ബി അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ചെറിയ ഇഷ്യൂസ് വരുന്നുണ്ട് എനിക്ക്. അപ്പൊ എന്റെ ഇപ്പൊ കിട്ടിയത് വെച്ചിട്ട് എനിക്ക് അരസ്റ്റാക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും. അരസ്റ്റാക്ക് അരസ്റ്റാക്ക് കഷ്ടിച്ച് വേണേ പറയാം. അപ്പൊ ഇതെന്തായാലും ഞാൻ അവരെ കൊണ്ട് കൊടുത്തിട്ട് റീഡ് ചെയ്യിക്കാം. അപ്പൊ ഇത് നല്ല ടൈം എടുക്കും. അപ്പൊ ഈ എപ്പിസോഡ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്ലാനും ഇല്ലാതെ ഞാൻ കയറി. ഞാൻ കളിക്കുന്ന പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് അത്ര സങ്കടമായി പോയി. ചെയ്യാനൊന്നുമില്ല. നമുക്കിന്ന് ബേസിന്റെ പണി ബാക്കി ചെയ്യാം. അല്ല അത്താ. അപ്പൊ നമുക്ക് കുറെ നേരം എല്ലാരും അതൊക്കെ എടുത്ത് വെച്ച് ബ്രീഡ് ആയിക്കോളാം. അപ്പൊ ഞാൻ ബേസിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ,
അപ്പൊ കുറച്ചധികം നേരം ഇപ്പൊ എന്റെ ഫോൺ അവിടെ ഇരിക്കുന്നു. ഓക്കെ, ഞാൻ ഇപ്പൊ ഏകദേശം 4:44 കളി തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ആ വേളയുടെ കുറച്ച് വ്യത്യാസമൊക്കെ കാണാം. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ റൂം വെച്ചു, ഇവിടെ റൂം വെച്ചു, ഇവിടെ റൂം വെച്ചു. ഇത് കുറച്ചുകൂടെ പണിയുണ്ട്. ഇവിടെ നമ്മൾ തീർക്കാം, നാളെ തീർക്കാം, ഇപ്പൊ തന്നെ തീർത്തേക്കാം. ആ നമുക്കിത് ഇങ്ങനെ, ഓ നാളെ തീർക്കാം, പിന്നെ തീർക്കാം, എനിക്കിപ്പോ ടൈമില്ല, പെട്ടെന്ന് കാണിച്ചിട്ട് പോകാം. ഇനി നോക്കുമ്പോ ഇവിടെ ഒരു വലിയ വ്യത്യാസം കാണാം. ഇങ്ങനെ കയറി മേളിൽ ഒരു ഫ്ലോറിങ്, ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവിടെയൊക്കെ കുറെ പെയിന്റിങ്സും ബാക്കി ഇതേ ഐറ്റംസ് ഒക്കെ വെച്ച് ഇവിടെ ദേ, ഇവിടെ നമുക്കൊരു വേൾഡ് മാപ്പ് ഇവിടെ വേണം. ഓക്കെ, അപ്പൊ ഒരു 1 2 3 4 റൂം, 5 6, ഇനിയുണ്ട് 2 റൂം. അതെ, ഇവിടെ നിന്നാണ്. ദേ ഇവിടെ ഇത് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടൊരു സ്റ്റെയർ കേസ് കൊണ്ടിട്ട് വെക്കണം. അതെ, ഏ, ഇവിടെ ഒരു റൂമുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തോന്നല്ലേ? ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ അല്ല, പെട്ടെന്ന് പെട്ടെന്ന് ദേ ഇവിടെ ഒരു റൂം കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നടുക്കത് ഒരു സെന്റർ റൂം. അപ്പൊ ഇത്ര നമ്മളിന്ന് ചെയ്തു. ഏകദേശം ഞാൻ സ്റ്റാറ്റിക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ഐറ്റംസിലെ അതെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആഹ്, ആ ഇത് 8 എങ്ങനെ കയ്യിലെടുത്താണോ അതോ ചെയ്തതായിരിക്കും? 8. ഓക്കെ, ഏകദേശം 10 5 പൊട്ടിച്ചു. 700 എത്ര നമ്മൾ അയച്ചിട്ടുണ്ട്? 531. ഈ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി 531 ലോകം ഉപയോഗിച്ചു. ഒരു ഇടി വെട്ടി കഴിഞ്ഞാൽ എല്ലാം തീരും. ഓക്കെ, ബ്രീഡറിലല്ലേ ഇപ്പം ഞാൻ നേരത്തെ ബ്രീഡറിന്റെ ഒരു കൗണ്ട് കാണിച്ചിട്ട് കുറച്ച് തരാവുന്നേ അത് ഒരു 20 10 മിനിറ്റ് 20 30 മിനിറ്റ് ആയി കാണും. നമുക്ക് എന്തായാലും അങ്ങോട്ട് ചെല്ലാം. ഓ, നേരെയൊക്കെ നല്ലോണം എത്തി. കിളികളുടെയൊക്കെ കലകല ശബ്ദം നിങ്ങൾ കേൾക്കാൻ കഴിയാം. എനിക്ക് ഇനി അവന്മാർക്ക് ബ്രീഡ് ആവണമെന്ന് എനിക്ക് ഒന്ന് രണ്ട് രണ്ടുപേരുണ്ടോ? ഏഹ്, ഒന്ന് രണ്ടുപേരെ അടിച്ചു. രണ്ടുപേരില്ലല്ലോ, ഇനി ഉണ്ടായിരുന്നല്ലോ. ടീസ്പൂണോ? ഇല്ലല്ലോ, കേറിപ്പോയോ? നോക്കാം. രണ്ടുപേരല്ലേ? ആഹാ, അടുത്ത് എവിടെ പോയി? ഇവിടെ ആ 3 പേരില്ല. ഞാൻ വീഡിയോ ചെക്ക് ചെയ്യാം. 1 2, ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അവന്മാര് ബ്രെഡ് കൊടുത്താലേ വർക്ക് ആവുള്ളൂ. അപ്പൊ അത് ഞാൻ പറ്റുമെങ്കിൽ ഓഫ് ക്യാമറ ചെയ്യാം. ഇപ്പം wait, ആ, ഇതൊക്കെ നമുക്ക് നാളെ പൊളിക്കണം. ഇതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി മറ്റേ മെയിൻ്റെനൻസ് വീഡിയോ, മെയിൻ്റെനൻസ് ഒരു എപ്പിസോഡ് നമുക്ക് ചെയ്യണം. ഒരു 10 എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആ, അപ്പം ഇത്രയും നേരം നിങ്ങളെ കണ്ട്, അപ്പൊ ഏകദേശം നമ്മള് 95% വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഡിസൈനിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങളെ പറ്റി അടുത്ത വീഡിയോ ടാറ്റ ബൈ ബൈ.